ഹേ എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ്, അതായത് ഡ്രില്ല്. നമ്മുടെ റെസിൻ പ്രൊഡക്റ്റൊക്കെ ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹോൾ ഇടാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഡ്രില്ലാണിത്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ മാനുവലായിട്ട് ചെയ്യുന്ന ഹാൻഡ് ഡ്രില്ലറിനെ പറ്റിയിട്ട് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. ഇതാണത്. ഇതാവുമ്പോൾ നമുക്ക് ബാറ്ററി വേണ്ട, ഇലക്ട്രിസിറ്റി വേണ്ട, ഇതുപോലെ യൂസ് ചെയ്യുന്നതായിരുന്നു. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്നും കൂടി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കാണാത്തവരൊന്ന് കാണണേ. അപ്പോൾ ഇത് ബിഗിനേഴ്സിനൊക്കെ ഇത് മതിയാവും, വളരെ യൂസ്ഫുള്ളാണ്, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഇലക്ട്രിക്. ഇതിന് ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. അപ്പം ഇതിൻ്റെ ബോക്സിൻ്റെ കൂടെ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് റെസിൻ മാത്രമല്ല, വുഡ് പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രില്ല് ചെയ്യാൻ പറ്റും. ഇത് മറ്റേ ഹാൻഡ് ഡ്രില്ലർ പോലെ തന്നെയാണ് അതിൻ്റെ കൂടെ വരുന്ന നീഡിൽസൊക്കെ വരുന്നത്. ബട്ട് എക്സ്ട്രാ കുറച്ച് ഐറ്റംസും കൂടി ഈ ഒരു ബോക്സിൽ വരുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ കൂടെ കണക്ട് ചെയ്യാനുള്ള ഒരു കേബിൾ വരുന്നുണ്ട്, കണക്റ്റിംഗ് കേബിള്. അപ്പോൾ ഇത് കണക്ട് ചെയ്യേണ്ടത് ഈ വശത്താണ് കേട്ടോ. ഇവിടെ കണക്ട് ചെയ്യുക ഈ ഒരു പോർഷൻ. പിന്നെ ഇത് ഓൺ ആൻഡ് ഓഫ് ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ബാക്കി നീഡിലൊക്കെ കണക്ട് ചെയ്യണം, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു കവറിൽ 4 സൈസിലുള്ള നീഡിലാണ് വരിക കേട്ടോ. ഇതുപോലെ 4 സൈസിൽ വരും. ഒന്ന് നല്ല ചെറുതാണ്, പിന്നെ ബാക്കി അതിൻ്റെ വലുത് അങ്ങനെ. പിന്നെ ഒരു എലൻ കീ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് ഈ ഒരു ബോക്സാണ്. ഈ ബോക്സിലാണ് ഇതിൻ്റെ മെയിൻ പാർട്സ് കിടക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് നമുക്ക് സാൻഡ് ചെയ്യാനുള്ളതും അങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ നീഡിൽ കൂടാതെ ഇതും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള ഒരു കണക്ടറും ഉണ്ടാവും. 2 സൈസുള്ള കണക്ടറാണ് വരിക. അപ്പം അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഏതാണ് കണക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ കണ്ടോ, ഹോൾ ഇത്രയും വലുതാണ്. അതായത് ഇതാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു കണക്ടറാണ് ഇവിടെ ഫിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ ഇതിൻ്റെത് കണ്ടില്ലേ, അത്യാവശ്യം ഈ ഒരു സൈസിലാണ് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ നീഡിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചെറിയ സൈസിലുള്ള ജ്വല്ലറിക്കൊക്കെ ഇതാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പം ഇത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെടുക്കുക, ഏത് സൈസാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യണം, നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ഓക്കെ. ഇത് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പോർഷനിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ എലൻ കീ വെച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്യണം. ഇവിടെയാണ് ഈ ഒരു ഹോളിൽ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ടൈറ്റ് ചെയ്യാം. ഓക്കെ. അത്ര ഒരുപാട് ഇത് വേണ്ട, നന്നായിട്ട് ഒന്ന് ഫിറ്റായാൽ മതി. അതിനുശേഷം നമുക്ക് ഇവിടെ കുത്താം. അതിനുശേഷം നമ്മുടെ ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന അഡാപ്റ്റർ ഉണ്ടാവുമല്ലോ, അതിനകത്തേക്ക് ഈ ഒരു പോർഷൻ കുത്തി കൊടുക്കുക. ഞാൻ ഈസിക്ക് ചെയ്യാറുള്ളത് ഇതുപോലത്തെ എൻ്റെ പവർ ബാങ്കാണ്. പവർ ബാങ്കിൽ കുത്തിയിട്ടാണ് ഞാനിത് ചെയ്യിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇരുന്നിടത്ത് തന്നെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇതുപോലെ കണക്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ ഇത് സ്വിച്ച് ഇട്ട് കാണിച്ചിരുന്നത്. ഇവിടെയാണ് ഓൺ ആൻഡ് ഓഫ് ബട്ടൺ. കണ്ടോ, ഇതാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഏത് സൈസുള്ള ഹോളാണ് ഉണ്ടാക്കേണ്ടത് അതനുസരിച്ച് നമ്മൾ നീഡിൽ മാറ്റിയിട്ട് കൊടുത്താൽ മതിയാവും. അപ്പം ഇതുപോലത്തെ ജ്വല്ലറി ഞാനിപ്പോൾ ഇതിനിപ്പോൾ ഹോൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഇതുപോലത്തെ സ്ഥലത്ത് കണ്ടോ, ഈ ഒരു രീതിയിൽ ഹോളൊക്കെ ഇട്ടത് ഞാനിപ്പോൾ ഇത് വെച്ചിട്ടാണ് ഹോളിട്ടത്. ഇത് ഒരുപാട് കുറച്ചിങ്ങനെ പൊടി പോലെ നന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇടുമ്പം ഒരു ക്ലോത്തൊക്കെ വിരിച്ചിട്ട് വേണം നമ്മൾ ജ്വല്ലറിക്ക് ഹോൾ ഇടാനായിട്ട്. ജസ്റ്റ് ഞാൻ വേറൊരെണ്ണം ജസ്റ്റ് ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ, ഞാനിത് തന്നെ കാണിക്കാം. അപ്പോൾ നമ്മൾ എവിടെയാണോ വെക്കുന്നത് അവിടെ അടിയിലൊരു തുണിയോ പേപ്പറോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് കംഫർട്ടബിളായിട്ട് ഇരിക്കുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഹാൻഡിൽ ചെയ്യുമ്പോൾ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു ഹോൾ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെയിം തന്നെ ഞാൻ ഒന്നുകൂടി ചെയ്യാണ്. ഓൺ ചെയ്യുക. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ. കാണാൻ പറ്റുന്നതെന്നറിയില്ല. നമുക്ക് എത്ര ഡെപ്തിലാണോ വേണ്ടത് ആ ഡെപ്തിലേക്ക് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഹുക്ക് പിടിപ്പിക്കുക. അപ്പോൾ ഈ ഒരു പോർഷനിൽ ഇങ്ങനത്തെ ഹോൾ ഇടുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യേണ്ട ഹുക്ക് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം.
ഈ ഒരു ടൈപ്പിലുള്ള ഹുക്ക് ഉണ്ടല്ലോ, ഈ ഒരു ടൈപ്പിലുള്ള ഹുക്കാണ് നമ്മൾ ഇങ്ങനെ ഹോൾ ഇടുമ്പം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തുടച്ചാൽ പോകും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഹുക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ സ്ക്രൂ പ്ലെയർ വെച്ചിട്ട്, ഇപ്പോൾ നമുക്ക് ഭയങ്കര ടൈറ്റ് തോന്നുവാണെങ്കിൽ ഒന്നും കൂടി ഹോളിട്ട് ഒന്ന് ഡെപ്താക്കി കൊടുത്തതിന് ശേഷം ഇറക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. അത് ഇതുപോലെ ഇരിക്കും. ഇൻ കേസ് ലൂസായിട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ ഡ്രില്ല് ചെയ്ത് ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പം കുറച്ച് ഭയങ്കരമായിട്ട് ലൂസാണ്, ഇതിവിടെ നിൽക്കുന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് റെസിനിലോ അല്ലെങ്കിൽ UV റെസിനിലോ അല്ലെങ്കിൽ ഗ്ലൂ ഗമ്മ് വരുമല്ലോ, ഫെവിക്വിക്ക് പോലത്തെ ഗമ്മിലൊന്ന് ഈ ഒരു പോർഷൻ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ, സ്ക്രൂ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ നന്നായിട്ട് നിന്നോളും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഹോൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ വേറെ ഈ ഒരു സൈഡിലാണ് പോർഷൻ ജ്വല്ലറി ചെയ്യുന്നെങ്കിൽ അതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, അത് ഏത് രീതിയിൽ നമ്മൾ സാധാരണ റിങ് പോലെ വരുമല്ലോ സർക്കിളുള്ളത്, അത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ജ്വല്ലറി ആക്സസറീസ് വേറെ കുറേ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു ഡ്രില്ലർ എത്രത്തോളം യൂസ്ഫുൾ ആയി എന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റിലൂടെ അറിയിക്കുക. ഇത് വളരെ യൂസ്ഫുള്ളാണ്, വളരെ ഹാൻഡിയാണ്. കുറച്ചൊരു റേറ്റ് വ്യത്യാസമുണ്ട്. ഇതൊരു ഐ തിങ്ക് ഒരു 800-900 ആ ഒരു റേഞ്ചിലാണ് ഞാൻ വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. ബട്ട് ഇപ്പം വരെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് ഇത്. അപ്പം ഒരുപാട് വർക്കൊക്കെ കിട്ടുന്നവരാണെങ്കിൽ ഇതായിരിക്കും ഏറ്റവും എളുപ്പം. ഓക്കെ, മറ്റതും ഹാൻഡ് ഡ്രില്ലും നല്ലതാണ്. ബിഗിനേഴ്സിന് ഞാൻ പറഞ്ഞല്ലോ, ഓഫ് കോഴ്സ് അത് തന്നെയാണ് നല്ലത്. അതിനൊരു 300 ആ റേഞ്ചിലാണ് കിട്ടിയിരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. സോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ ബൈ.